ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ടോ. അതായത് ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നേ. അതിൽ ഞാൻ ഒന്നും കംപ്ലീറ്റ് ആക്കി പറഞ്ഞില്ല. അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ വീഡിയോ ചെയ്തത്. കാരണം തന്നെ അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് എൻ്റെ കമൻറ്റൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചേച്ചി ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ ചെയ്യണം, അങ്ങനെ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആൻസർ ചെയ്യണം, ഒരു കുഞ്ഞ് ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ച്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചോദിച്ചത് ചേച്ചി എത്ര ഏജ് എന്നാട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 24 വയസ്സായി. ജനുവരിയിൽ 24 വയസ്സ് കഴിഞ്ഞോട്ട്. ഞാൻ 2001 ജനുവരിയിലാട്ടോ ജനിച്ചു. അപ്പോൾ എനിക്ക് 21 വയസ്സായി. പിന്നെ ഹസ്ബൻഡിന് 25 വയസ്സായി. ആള് 1999 നവംബറിലാണ് ജനിച്ചത്. അപ്പോൾ ആൾക്ക് 25 വയസ്സായിട്ട്. ഞങ്ങൾ എത്ര വയസ്സിന് ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ ആയിട്ട് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ ആകെ 1 വയസ്സിന് ഗ്യാപ്പുള്ളൂ. കറക്റ്റോ 1 വയസ്സിന് ഗ്യാപ്പ് ഉണ്ടല്ലോ കേട്ടോ. പിന്നെ വർഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ 2 വയസ്സിന്, ഏജ് കറക്റ്റായി നോക്കുകയാണെങ്കിൽ 1 വയസ്സിന് ഗ്യാപ്പുള്ളൂ. പിന്നെ ചേച്ചി എവിടെ പഠിച്ചു ചോദിച്ചു. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ട് സെൻറ്റ് മേരീസ് കോളേജിലാട്ടോ. പിന്നെ ഞാൻ PG ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്ത്. MA ഫിലോസഫി ആയിരുന്നു. ഡിഗ്രി ഞാൻ പഠിച്ച BA ഹിസ്റ്ററി ആട്ടോ. സെൻറ്റ് മേരീസ് കോളേജ് തൃശ്ശൂർ, മറ്റേ പാറമിക്കാവിൻ്റെ അവിടെ ഇല്ല, അവിടുത്തെ കോളേജിലാണ് പഠിച്ചത്. BA ഹിസ്റ്ററി ആയിരുന്നു. പിന്നെ എന്താ പറയുക, 10th വരെ പഠിച്ച് കോൺവെൻറ്റിലാട്ടോ. 10th വരെ പഠിച്ചത് കോൺവെൻറ്റ്, ചേലക്കര കോൺവെൻറ്റിലാണ് പഠിച്ചത്. പിന്നെ 1 തൊട്ട് 4 വരെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള നെഹ്റു മെമ്മോറിയൽ LP സ്കൂളിൽ പഠിച്ചു. +1 +2 ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അങ്ങനെയായിട്ട് പോകേണ്ടായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തത്. അപ്പം പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് MA പൊളിറ്റിക്സ് ചെയ്യണമെന്നായിരുന്നു കേട്ടോ. അപ്പം ഞാനത് കൊടുക്കലൊക്കെ ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ കേട്ടോ. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യണതിൻ്റെ ഒരു എന്താ പറയുക മെയിൻ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കഴിയുമ്പോൾ അതിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാകുമ്പോൾ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലതല്ലേ. വേറെ ഏതെങ്കിലും നമ്മൾ ഇത് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഏരിയ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജോലിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് വരും ചില സ്ഥലത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആകുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ പറഞ്ഞ മതിയില്ലേ, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്. അതായത് ചില സബ്ജക്റ്റ് എനിക്കിപ്പോൾ പൊളിറ്റിക്സ് പറഞ്ഞില്ല, അതൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യണില്ല. പിന്നെ ഹിസ്റ്ററി ആയിരുന്നു ഞാൻ BA ഉണ്ടായിരുന്നു. അപ്പോൾ MAക്ക് ഹിസ്റ്ററി ചെയ്യണം തന്നെയായിരുന്നു. പക്ഷെ അവരത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാട്ടോ. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ ഞാൻ പഠിത്ത MA ഫിലോസഫിയുടെ ക്ലാസ് ശനി ഞായറിലെ ക്ലാസ് യൂണിവേഴ്സിറ്റിയിലാണ് നടക്കുന്നത്. നമുക്ക് അവിടേക്ക് പോകാൻ ഡിസ്റ്റൻസ് നല്ല ദൂരമില്ല. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണം പിന്നെ ഞാൻ ഉണ്ണീനെ എന്താ പറയുക പ്രഗ്നൻ്റ് ആയി ഡെലിവറി കഴിഞ്ഞ ടൈമിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ എക്സാം നമുക്ക് ഇഷ്ടമുള്ള സെൻറ്ററിൽ കൊടുക്കട്ടെ. നമ്മളത് അഡ്മിഷൻ ടൈമിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുക. ഈ ജൂൺ ജൂലൈ ടൈമിൽ തന്നെ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഇത് വരും, നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും കഫേ പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും പ്രൊവിഷ്യൻ്റ് കൺസോളിഡേറ്റ് സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ മെയിൽ അയച്ചു കൊടുക്കണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്. അങ്ങനെ ആയിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുക. ഇതിൻ്റെ കറക്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാട്ടോ, ഒരു ലോങ് വീഡിയോ ചെയ്യുക. എങ്ങനെയാണ് കറക്റ്റായിട്ട് ഞാൻ കൊടുത്തെന്നുള്ളതിന് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ മുകളിലത്തെ റൂമിൽ വാതിലൊക്കെ അടച്ചിട്ടില്ല, കാരണം നല്ല ചൂടുണ്ട്. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് എപ്പോഴും അമ്മ 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 എന്നുള്ളൊരു വിളി ഉണ്ടാവും കേട്ടോ. അതിൻ്റെ അടുത്ത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഏട്ടൻ എവിടെ വർക്ക് ചെയ്യണം കേട്ടോ. ഏട്ടൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ISAF ബാങ്കിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് പോലുള്ളതാണ്. ACE മണി എന്ന് പറയുക, എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 3 ദിവസം നമുക്ക് വർക്ക് ഫ്രം ഹോമാണ് വരുന്നത്. പിന്നെ 3 ദിവസം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോകേണ്ടി വരും. അങ്ങനെ കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ഞങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. 3 വർഷത്തെ പ്രണയം, 3 വർഷം കഴിഞ്ഞ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് മൊത്തം 6 years ആയിട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ലവ് മാരേജിൻ്റെ ഒരു വീഡിയോ ഇറങ്ങാൻ ഞാൻ വിചാരിച്ചത്, എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് വിചാരിച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നി എപ്പോഴും ഞാൻ ഏട്ടനെ ഒരുമിച്ചുള്ള ടൈമിൽ ചെയ്യുമ്പോഴായിരുന്നു കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാൻ അപ്പം അങ്ങനെ ഒരു സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ഇൻഷൂട്ട് പറഞ്ഞ ആപ്പാണ് ചെയ്യണത്. ഞാനത് ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളെല്ലാവരും കാണാതെ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ട്യൂട്ടോറിയൽ 2 കഴിഞ്ഞ്
വീണ്ടും ഞാൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു, 2 ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വിഷു ഒക്കെ ആയിട്ട് ഓണമെന്ന് പറയുന്നത്, വിഷു ഒക്കെ ആയിട്ട് അതിന് തിരക്കിലായത് കാരണം കേട്ടോ. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ണിയെ കുറിച്ചിട്ട്. അവൾക്ക് 2 വയസ്സായി, ആശ്പ്രശോഭ എന്നാണ് പേര്. വേറെ കുഴപ്പമൊന്നുമില്ല, ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയാണ്, അത്രയേ ഉള്ളൂ. വേറെ ആൾക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ ജോലി നിർത്തിയത് അവനാ വയ്യാത്തോണ്ടാ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താ പറയുക, ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കാത്ത കാരണം എനിക്ക് പുറത്ത് പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഒരു മടി, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ജോലി കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സാം എഴുതിയിട്ട് കിട്ടിയതാണ് കേട്ടോ. TVS എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ ട്രെയിനിങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ ICICI ബാങ്കിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നപ്പോൾ ഞാൻ എക്സാം എഴുതി. എന്നിട്ട് ഒരു 3 എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. 3 എക്സാമും 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ചെയ്തതിന് ശേഷം പിന്നെ എന്താ പറയുക, ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരു 45 ദിവസം തോന്നുന്നു, 45 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഈ ടൈമിലൊക്കെ ഞാൻ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു കേട്ടോ. എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആദ്യം കിട്ടിയത് കുന്നംകുളത്താണ്. കുന്നംകുളം ICICI ബാങ്കിലാണ് കിട്ടിയത്, റിലേഷൻഷിപ്പ് മാനേജറായിട്ട്. പിന്നെ ഞാൻ ഒരു 1 month 2 monthനുള്ളിൽ ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് വടക്കാഞ്ചേരി, എനിക്ക് കുറച്ച് ലോങ് ആണ് കേട്ടോ കുന്നംകുളം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിനോട് വടക്കാഞ്ചേരി ICICI ബാങ്കിക്ക് വന്നു കേട്ടോ. അങ്ങനെയാണ് ജോലി കിട്ടിയത്. അതിലൊരു 5 മാസമൊക്കെ പോയപ്പോൾ ഞാൻ ഒട്ടും ഭക്ഷണം കഴിക്കാതെയായി. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ജോലി നിർത്തിയതാട്ടോ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, അവന് കുഴപ്പമില്ല. ഭക്ഷണം കഴിക്കാത്ത ചെറിയൊരു മടി അതന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, എനിക്കറിയാതെ ഞാൻ ഓർഡറിലെല്ലാം പറയണതെന്ന് കറക്റ്റ് ഈ വീഡിയോ എടുക്കണേക്കാളും മുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയണം കേട്ടോ. വീഡിയോ എടുത്തപ്പോൾ വെപ്രാളായി ആകെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഓർഡറും തെറ്റി. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വീഡിയോ കൂടി ചെയ്യാം. പിന്നെ എൻ്റെ ഹെയർ കെയർ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മന്തി യൂസ് ചെയ്യണ ഒരു ഇതുണ്ട് കേട്ടോ, സിറപ്പ് പോലൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ വീഡിയോ ചെയ്യട്ടെ. പിന്നെ ലോങ് വീഡിയോ ചെയ്യാം. പിന്നെ ഉണ്ണികളുടെ ഹെയർ അത് ഞാൻ ലോങ് വീഡിയോ ചെയ്യും. ഇപ്പം ഞാൻ 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുമ്പ് ഇങ്ങനെ നല്ലതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെയുള്ളൊരു ലോങ് വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.